അർജുൻ ആയങ്കി വെല്ലുവിളിക്കുന്നു. അതും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ കൂടിയാണ്. ആജ്ഞ വിവരങ്ങളുമായി ചേരും. ആജ്ഞ, സൈബർ പോലീസ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് മുഖ്യമന്ത്രിയെ വെല്ലുവിളിച്ചതിനും അപകീർത്തിപ്പെടുത്തതിനും മറ്റുമാണ്. എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കടുപ്പിക്കാവുന്ന കേസായി ഇതിനെ കാണാമോ? രഞ്ജിത്ത്, 23 കേസുകളാണ് അർജുൻ ആയങ്കിക്കെതിരെ വിവിധയിടങ്ങളിലായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നേരത്തെ അരുൺ സൂചിപ്പിച്ചതുപോലെ പോലീസിനെ അങ്ങേയറ്റം കുഴപ്പിക്കുന്ന, അങ്ങേയറ്റം നാണം കെടുത്തുന്ന ഒരു കേസായിട്ട് ഈ ഒരു കാര്യം മാറുകയാണ്. അർജുൻ ആയങ്കിയെ പിടികിട്ടാത്തതും അർജുൻ ആയങ്കി അതുമായി ബന്ധപ്പെട്ടുള്ള അധിക്ഷേപ പോസ്റ്റുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിലൂടെ അധിക്ഷേപ പോസ്റ്റുകൾ വരുന്നതുമായി ബന്ധപ്പെട്ട് ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്നു, പോലീസിനെ വെല്ലുവിളിക്കുന്നു. നമുക്കറിയാം, ആദ്യം കോതമംഗലം CI-ക്കെതിരെ ഉണ്ടായിരുന്ന പ്രശ്നം, തുടർന്ന് ഊന്നുകൽ CI-ക്കെതിരെയായി, അത് പിന്നീട് ആഭ്യന്തരമന്ത്രിക്കെതിരെയായി. ആഭ്യന്തരമന്ത്രിയോട് വെല്ലുവിളി തന്നെയാണ്. പ്രത്യേകിച്ചും കോതമംഗലത്ത് കഴിഞ്ഞ മെയ് മാസത്തിൽ ഉണ്ടായിട്ടുള്ള ഒരു വിവാഹ ചടങ്ങിൽ താനും തന്റെ സുഹൃത്തുക്കളും പങ്കെടുക്കാനെത്തിയതോടുകൂടി ഈ കോതമംഗലം പോലീസ് കെട്ടിച്ചമച്ച കഥയാണ്. അതുമായി ബന്ധപ്പെട്ട് സംഘടിതമായിട്ടുള്ള കുറ്റകൃത്യത്തിലുള്ള ഗൂഢാലോചന നടത്തി എന്ന പേരിൽ തന്നെയും തന്റെ 5 സുഹൃത്തുക്കളെയും 21 ദിവസം ജയിൽവാസം അനുഭവിപ്പിക്കുന്നു. ഇതിനെതിരെ ഇത് കള്ളക്കേസാണെന്ന് അറിയാം, അത് പോലീസിനും അറിയാം, അത് കണ്ടെത്താൻ ആഭ്യന്തരമന്ത്രിക്ക് കഴിയുമോ തുടങ്ങിയ പോസ്റ്റുകളായിരുന്നു. പക്ഷേ ഇന്നലെ പാലിയക്കര ടോൾ കടന്നതുമായുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു. അതേസമയം തന്നെ അർജുൻ ആയങ്കിയുടെ സഹോദരനെ കസ്റ്റഡിയിലെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. കൊച്ചിയിൽ നിന്ന് തന്നെ ഈ അർജുൻ ആയങ്കിയുടെ 2 സുഹൃത്തുക്കളെ കഴിഞ്ഞ ദിവസം കസ്റ്റഡിയിലെടുത്തു. ഇത് സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് തന്നെയാണ്, അല്ലെങ്കിൽ അർജുൻ ആയങ്കിയുമായിട്ട് അടുത്ത് കോൺടാക്റ്റുള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് തന്നെയാണ് പോലീസിന്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. എന്തായാലും ആലുവ സൈബർ പോലീസാണ് മുഖ്യമന്ത്രിക്കെതിരെ അധിക്ഷേപ പരാമർശം നടത്തിയതിനെതിരെ കേസെടുത്തിട്ടുള്ളത്. എന്തായാലും സംസ്ഥാനത്ത് നിരവധി കേസുകൾ, 23 കേസുകളുണ്ട്. പക്ഷേ ഏറ്റവും പുതിയ ഒരു പോസ്റ്റ് കഴിഞ്ഞ ദിവസം ഇന്നലെ ഇൻസ്റ്റഗ്രാമിൽ ഷെയർ ചെയ്ത സ്റ്റോറി അനുസരിച്ച് അർജുൻ ആയങ്കി മുന്നോട്ട് വയ്ക്കുന്നത്, അതായത് മത്സ്യത്തൊഴിലാളികളെ തിരയാൻ താൻ അവരുടെ മത്സ്യത്തൊഴിലാളികൾ ഉള്ള ബോട്ടിലുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ സഹോദരിമാർക്ക് റോഡിൽ നിന്ന് കരഞ്ഞ ആ സഹോദരിക്ക് അവരുടെ ഭർത്താവിനെ തിരിച്ചു കിട്ടുമായിരുന്നു. അത്രയേറെ ഊർജിതമാണ് തന്നെ കണ്ടെത്താൻ വേണ്ടി പോലീസിന്റെ തെരച്ചിലും പോലീസ് അതിൽ കാണിക്കുന്ന ജാഗ്രതയും. ആ ജാഗ്രത എന്തുകൊണ്ടാണ് മത്സ്യത്തൊഴിലാളികളെ നഷ്ടപ്പെട്ടതുമായി ബന്ധപ്പെട്ട, അല്ലെ അവരുടെ തെരച്ചിലുമായി ബന്ധപ്പെട്ടുണ്ടാകാത്തത്? മുട്ടിന് വെടിവെച്ചാലും മുട്ടുകുത്തി വീഴില്ല തുടങ്ങിയ കാര്യങ്ങളായിരുന്നു. അതായത് തൃശ്ശൂർ കമ്മീഷണർ കഴിഞ്ഞ ദിവസം, സിറ്റി പോലീസ് കമ്മീഷണർ കഴിഞ്ഞ ദിവസം അർജുൻ ആയങ്കിയെ ആവശ്യമെങ്കിൽ അത്യാവശ്യ സന്ദർഭങ്ങളിൽ വെടിവെച്ചിടാം, ആയുധം ഉപയോഗിക്കാനുള്ള അനുമതി നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ വാഹനം തടഞ്ഞ്, അതായത് അപകടകരമല്ലാത്ത രീതിയിൽ വാഹനം തടഞ്ഞ്, വാഹനത്തിന് കുറുകെ മറ്റു വാഹനം വെച്ച് തടഞ്ഞ് അർജുൻ ആയങ്കി പിടികൂടാനുള്ള അനുമതിയും പോലീസിന് നൽകിയിട്ടുണ്ട് കമ്മീഷണർ. ഇത്തരത്തിലുള്ള നിർദ്ദേശങ്ങളാണ്. തന്നെ വെടിവെച്ചിടാൻ നിർദ്ദേശിക്കുന്നു. താൻ പിടികിട്ടാ പുള്ളിയല്ല, അല്ലെങ്കിൽ ക്രിമിനൽ അല്ല, കഴിഞ്ഞ കുറച്ചു കാലമായി താൻ മകന് വേണ്ടിയിട്ട് ജീവിക്കുന്നു, അതല്ലെങ്കിൽ കേസുകളിലൊന്നും പെടാതെ ജീവിക്കുന്നു. പക്ഷേ പോലീസ് തന്റെ പിന്നാലെയുണ്ട്. ഈ ആഭ്യന്തരമന്ത്രിക്ക് എഴുതിയ കുറിപ്പിൽ തന്നെ പറയുന്നുണ്ട്, വളർന്നു വന്ന പാർട്ടി വേറെയാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ആഭ്യന്തരമന്ത്രിയെ വെല്ലുവിളിക്കുന്ന സാഹചര്യമൊക്കെ ഇത് തനിക്കെതിരെ കള്ളക്കേസ് ഉണ്ടാക്കുകയാണ്. കള്ളക്കേസിലാണ് CI പ്രശാന്ത്, കോതമംഗലം CI പ്രശാന്ത് തന്നെ കുടുക്കിയത്. അത് കണ്ടുപിടിക്കൂ. പോലീസിൽ തന്നെ ഇത്തരത്തിൽ തന്നെ ജീവിക്കാൻ അനുവദിക്കുന്നില്ല, തന്നെ തീവ്രവാദിയാക്കുന്നത്, അല്ലെ തന്നെ ഗുണ്ടയാക്കുന്നത് ഈ സമൂഹത്തിന്റെ അല്ലെങ്കിൽ ഇത്തരം സംവിധാനങ്ങളാണ് എന്നൊക്കെയാണ് അർജുൻ ആയങ്കിയുടെ പോസ്റ്റിൽ, സോഷ്യൽ മീഡിയ പോസ്റ്റിൽ വന്നത്. അതേസമയം തന്നെ ഈ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ ഇത് ചെയ്യുന്നത് അർജുൻ ആയങ്കി അല്ല എന്നുള്ള ഒരു നിഗമനത്തിലാണ് പോലീസ് ഇപ്പോൾ ഉള്ളത്. കാരണം അർജുൻ ആയങ്കിയുടെ വിവിധ വിഷ്വൽസ് പാലിയക്കര ടോൾ കടക്കുന്നതുമായി ബന്ധപ്പെട്ട എടപ്പാളിൽ നിന്നും കിട്ടുന്നു. അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് അർജുൻ ആയങ്കി ഇങ്ങനെ സംസ്ഥാനത്തൊട്ടാകെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ് എന്നുള്ള ഒരു വിവരമാണ് പോലീസിന് ലഭിക്കുന്നത്. ഏതായാലും അർജുൻ ആയങ്കിയുമായി ബന്ധപ്പെട്ട് ഇയാളെ ഒളിവിൽ പാർക്കാൻ സഹായിച്ച വട്ടക്കുളം സ്വദേശികളായ 4 പേരെയും പോലീസിനെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തിയ ഒരാളെയും ചങ്ങരംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. വട്ടക്കുളം അഴകത്തു വളപ്പിൽ അലിയുടെ മകൻ ഫൈസൽ 33 വയസ്സുകാരനാണ്. അധികാരത്ത് വളപ്പിൽ മുഹമ്മദ് മകൻ അബൂബക്കർ സിദ്ദിഖ്, മുണ്ടേക്കാട്ടിൽ മൊയ്തുണ്ണി മകൻ നൌഫൽ, പാലാക്കവളപ്പിൽ കുഞ്ഞി മുഹമ്മദ് മകൻ അഷ്കർ എന്നിവരെയും ഇവരെയൊക്കെയാണ് കസ്റ്റഡിയെടുത്ത് അറസ്റ്റ് ചെയ്യാൻ വന്ന സമയത്ത് പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി എന്നും ആണിപ്പോൾ ഇവർക്കെതിരെയുള്ള പ്രധാനപ്പെട്ട പരാതി. അർജുൻ ആയങ്കി ഒളിവിൽ കഴിഞ്ഞ എടപ്പാളിലെ സ്ഥാപനങ്ങളെക്കുറിച്ചും സഹായം ചെയ്ത കൂടുതൽ ആളുകളെക്കുറിച്ചും രാഷ്ട്രീയ സാമൂഹ്യ പശ്ചാത്തലത്തെക്കുറിച്ചും മറ്റുമുള്ള അതിതീവ്രമായ അന്വേഷണം തുടരുന്നുണ്ട്. പ്രതികളെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിട്ടുവെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം.